ഒരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ നിന്നും വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയിലെ ഒരു അപ്ഡേഷനാണ് അല്ലെ. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സിനിമാ മേക്കപ്പ് മാൻ രഞ്ജിത്ത് ഗോപിനാഥന് ജാമ്യം ലഭിച്ചു എന്ന വാർത്തയാണ്. 45 ഗ്രാം മാത്രം ഉള്ളതിനാലാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. രഞ്ജിത്ത് ഗോപിനാഥ് 3 വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്നും പറയുന്നുണ്ട്. കൊച്ചി സ്വദേശിയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയത് എന്ന് പറയുന്നു. ലഹരി ഉപയോഗത്തിൽ സിനിമാ മേഖലയിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ എക്സൈസിന്റെ നീക്കം. 24 ബ്രേക്കിംഗ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് അറിയേണ്ടത് ഈ സിനിമാ മേഖലയിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേൾക്കുന്ന വാർത്തയാണ്. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് എന്ന് എക്സൈസിന്റെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. അതിൽ ഗായകരുണ്ട്, നടന്മാരുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മേക്കപ്പ് മാൻ ഇതുപോലെ ഒരു ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലാവുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് എക്സൈസ് നൽകുന്ന ഒരു വിവരം? ഈ ജാമ്യം എന്തുകൊണ്ട് ലഭിച്ചു? ഒപ്പം തന്നെ അതിന് പിന്നിലുള്ള മറ്റ് കണ്ണികൾ, അതിനെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങനെ പോകും? ഇന്നലെ രാവിലെയാണ് മൂലമറ്റത്ത് കാഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഈ പ്രതിയെ, അതായത് മേക്കപ്പ് മാനെ 45 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി അയാൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 45 ഗ്രാം മാത്രമുള്ളതിനാൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചത്. 50 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഇയാൾ വാങ്ങി എന്നാണ് പോലീസ് എക്സൈസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊച്ചി സ്വദേശിയിൽ നിന്നാണ് വാങ്ങിയത്. 10,000 രൂപ നൽകിയാണ് ഈ കഞ്ചാവ് വാങ്ങിയത്. ഇന്നലെ ഇയാളുടെ വീട്ടിലും അതോടൊപ്പം തന്നെ എറണാകുളത്തെ ഓഫീസിലും പരിശോധന നടത്തി. ഇവിടെ നിന്നും ഈ കഞ്ചാവിന്റെ അവശിഷ്ടങ്ങളും തണ്ടുകളും വിത്തും ഒക്കെ കണ്ടെത്തിയിരുന്നു. ആരാണ് ഇയാൾക്ക് കഞ്ചാവ് നൽകിയത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു സൂചന എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. വിശദമായി ഇയാളെ കൂടി അറസ്റ്റ് ചെയ്ത് ബാക്കി അന്വേഷണം തുടരാനാണ് നിലവിൽ എക്സൈസ് സംഘത്തിന്റെ നീക്കം. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് രഞ്ജിത്ത് ഗോപിനാഥിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചത്. ഇനി സിനിമാ മേഖലയിൽ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തൽ എക്സൈസിനുണ്ട്. അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ച് ഒരു വിശദമായ നിരീക്ഷണം ഏർപ്പെടുത്താനാണ് തീരുമാനം. പക്ഷേ ഈ സംഘടനാ നേതാക്കളൊക്കെയായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുക. മുൻപും സമാനമായ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന ഘട്ടത്തിൽ എക്സൈസ് ചില നടപടികളൊക്കെ, തെറ്റുകളിൽ പരിശോധന നടത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ രഞ്ജിത്ത് ഗോപിനാഥന്റെ പക്കൽ നിന്ന് കഞ്ചാവ് പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്താനാണ് എക്സൈസിന്റെ തീരുമാനം. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തുടരന്വേഷണം ഉണ്ടാക്കുക. 3 വർഷമായി താൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് രഞ്ജിത്ത് എക്സൈസിന് നൽകിയിരിക്കുന്ന മൊഴി. അത് സിനിമാ മേഖലയിൽ മറ്റാർക്കെങ്കിലും ഇയാൾ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മറ്റാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾക്ക് ഒരു വിശദമായ പരിശോധനയുണ്ട്. അടുത്ത ഘട്ടം ഈ രഞ്ജിത്തിന് കഞ്ചാവ് കൈമാറിയ ആളെ പിടികൂടുക എന്നുള്ളതാണ്. അയാൾ കൊച്ചി സ്വദേശിയാണ്. ഇന്നലെ അയാളെ കേന്ദ്രീകരിച്ച് ചില അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും പിടികൂടാനായില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അയാളെ പിടികൂടാനാകും എന്നൊരു പ്രതീക്ഷയാണ് എക്സൈസ് പങ്കുവെക്കുന്നത്. ഇയാൾ മറ്റു സിനിമാ മേഖലയിലെ സ്ഥിരമായി ഇത്തരത്തിൽ ആളുകൾക്ക് കഞ്ചാവ് കൈമാറുന്ന ആളാണോ എന്നൊരു സംശയവും നിലവിൽ എക്സൈസിനുണ്ട്. വിഷ്ണു സുരേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം, അതിന്റെ കണ്ണികൾ, അതൊക്കെ വലിയ കണ്ണികളാണ് എന്ന് വാർത്തകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ അതില് കൃത്യമായൊരു ശക്തമായ പരിശോധന വേണം. ഈ 44 ഗ്രാം മാത്രമായതുകൊണ്ട് ജാമ്യം ലഭിച്ചു എന്ന് പറയുമ്പോഴേ, അപ്പൊ അവരവർക്ക് ഉപയോഗിക്കാൻ അത് ഏതെല്ലാം തരത്തിലുള്ള, ഇപ്പൊ കഞ്ചാവാണെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇതുണ്ടോ? അങ്ങനെയുണ്ടോ? കൈവശം പാടില്ല അങ്ങനെയല്ല, ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ളതേ. എനിക്ക് അതുപോലെ മറ്റൊരു സംശയം കൂടി ഉണ്ട് രജനി. എന്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്? അറിയോ? എനിക്ക് വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ രീതിയിലുള്ള മിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ ധാരണ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാല്, ഇതിപ്പോ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ഉപയോഗിക്കരുത്, അതുപോലെ ഇത് വിൽപ്പന നടത്തരുത്, കൈവശം വയ്ക്കരുത്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കുറ്റകരമാണ്. എന്നിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. പലരും ഇതിനിരയാകുന്നു. ഓരോ ദിവസവും അക്രമങ്ങളുടെ വാർത്തകൾ വരുമ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മയക്കുമരുന്നുകളും രാസലഹരിയും ഒക്കെയാണ്. ഉപയോഗിക്കാതിരിക്കാം നമുക്ക്. തീർച്ചയായിട്ടും. അത് എത്രയോ ഈ പറയുന്നത് പോലെ ഒരു വലിയ ശൃംഖലയുണ്ട്. അവരുടെ നിരാളിപ്പെടുത്തലാണ് നമ്മുടെ യുവാക്കളും കുട്ടികളും എന്നുള്ളത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അതിൽ കൃത്യമായ ഒരു ആക്ഷൻ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ഭാഗത്തുണ്ടാവണം. ഏറ്റവും